പ്രൈസ് ദി ലോർഡ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമലേഖനം 3:10 ആരുമില്ല എന്നുള്ളൊരു വിഷയം ഇന്ന് ലോകത്ത് എല്ലാവരും എവിടെയും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, എൻ്റെ കൈ 10 പൈസയില്ല. ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, വേദപുസ്തകത്തിലെ 2 വ്യക്തികൾ പെട്ടെന്ന് ഞാൻ പരിചയപ്പെടുത്തുക. 2 രാജാക്കന്മാർ 4:2 പ്രവാചക സിറ്റൻ്റെ ഭാര്യയായിരിക്കുന്ന വ്യക്തി, പ്രവാചകന്റെ ശിഷ്യൻ മരിച്ചു പോയപ്പോൾ കർത്താവ് ആ പ്രവാചകൻ ഏലീശയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് നിന്റെ ശിഷ്യനായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ, അവൻ മരിച്ചുപോയി, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ കടക്കാർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രവാചകൻ, നിന്റെ ഭവനത്തിൽ എന്തുള്ളൂ, നിനക്ക് എന്താ നിന്റെ ഭവനത്തിലുള്ളൂ, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അവൾ പറയുമ്പോൾ അയൽക്കാരുടെ എല്ലാം വെറും പാത്രം കടം വാങ്ങിക്കുവാനും വായ്പ വാങ്ങിക്കുവാനും അതിനുശേഷം ഉള്ള എണ്ണ പകരുവാനും പറഞ്ഞപ്പോൾ വർദ്ധിച്ചു വരിക അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയായി കൊടുക്കാനായിട്ട് കാണുന്നതായിട്ട് വരും. ഇത് സമൃദ്ധിയായിട്ട് ലഭിച്ചവരും പറയുന്ന ഒരു കാര്യമാണ്, 10 പൈസ എൻ്റെ കയ്യിലില്ല. അവൻ്റെ ജീവിതത്തിൽ എന്നാ ഇനി 10 പൈസ ഉണ്ടാകണത്? ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെയും പൈസയില്ല എന്നുള്ളൊരു വിഷയം മാറ്റുമ്പോൾ വചനം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നതാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 38 വർഷക്കാലം കുളക്കര കിടന്ന മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവായ യേശുക്രിസ്തു നടന്നു വന്നുകൊണ്ട് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയണേ, എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ലെന്ന് പറയുമ്പോൾ നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ കർത്താവ് യേശുക്രിസ്തു ഇന്നൂടെ വന്നിട്ടുണ്ട്. നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ എൻ്റെ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. യേശു വലിയവനാണ്, അവൻ ശക്തിമാനാണ്, അവൻ തരുവാൻ കഴിവുള്ളവനാണ്, അവനല്ലാതെ വേറെ ദൈവമില്ല, അവനാണ് ഈ ഇതിൻ്റെ ഉടയവൻ. അവൻ നിനക്കെല്ലാം തരും. നീ എനിക്ക് ആരുമില്ലെന്ന് പറയുമ്പോൾ നിന്റെ അടുക്ക ചാരി വന്ന് നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവം മാത്രമുള്ള നസറായനായ യേശുവാണ്. ആ യേശുവിനോട് പറയാവോ, എൻ്റെ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ.